ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അലോഹ, CSMA ബാർ CD, CSMA ബാർ CA എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു സെക്ഷനിൽ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾസ് ആൻഡ് ചാനലൈസേഷൻ പ്രോട്ടോകോൾസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾസ് എന്താണെന്ന് നോക്കാം. In controlled access, the station seek information from one another to find which station has the right to send. It allows only one node to send at a time to avoid collision of messages on shared medium. ഈ ഒരു കൺട്രോൾഡ് ആക്സസ്സിൽ എല്ലാം എന്താണ്, പേര് പോലെ തന്നെ കൺട്രോൾഡ് ആണ്. ഏതെങ്കിലും ഒരു സ്റ്റേഷന് മാത്രമേ അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? ടു അവോയ്ഡ് കൊളീഷൻ ഓഫ് മെസ്സേജസ്, കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. The three controlled access methods are reservation, polling, token passing. ഇതിൽ നമ്മൾ റിസർവേഷനും പോളിങ്ങും മാത്രമേ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളൂ. പോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അത് തന്നെയാണ് ഇത് പിന്നെ പറയുന്നത്. അതുകൊണ്ട് ഞാനിതിൽ ആ ഒരു പോളിംഗ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് റിസർവേഷൻ എന്താണെന്ന് നോക്കാം. In the reservation method, a station need to make a reservation before sending data. ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു റിസർവേഷൻ ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് മാത്രമേ അവിടെ ഡാറ്റ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ട്രെയിനെല്ലാം റിസർവ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് എന്താണോ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് അവരെന്ത് ചെയ്യണം, ഒരു റിസർവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ദ ടൈം ലൈൻ ഹാസ് 2 kinds ഓഫ് പീരീഡ്. ഒരു ടൈം ലൈനിൽ 2 kinds ഓഫ് പീരീഡ് യൂസ് ചെയ്യുന്നുണ്ട്. റിസർവേഷൻ ഇൻ്റർവൽ ഓഫ് ഫിക്സഡ് ടൈം ലെങ്ത്, ഡാറ്റ ട്രാൻസ്മിഷൻ പീരീഡ് ഓഫ് വാരിയബിൾ ഫ്രെയിംസ്. ആ റിസർവേഷൻ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഫിക്സഡ് ടൈം ലെങ്ത് ആയിരിക്കും. ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വാരിയബിൾ ഫ്രെയിംസ്, ചേഞ്ചസ് ആണ്. ഇഫ് ദർ ആർ M stations, the reservation interval is divided into M slots and each station has 1 slot. ഇപ്പോൾ നമുക്ക് M സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ റിസർവേഷൻ ഇൻ്റർവെല്ല് എന്താവും, M സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. M സ്ലോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. M സ്റ്റേഷൻ ആണെങ്കിൽ M സ്ലോട്ട്സ് ഉണ്ടാവും. ആൻഡ് ഈ സ്റ്റേഷൻ ഹാസ് 1 slot. ഓരോ സ്റ്റേഷനും ഓരോ സ്ലോട്ട് ഉണ്ടാവും. Suppose if station 1 has a frame to send, it transmit 1 bit during the slot 1. ഇപ്പോൾ ഒരു സ്റ്റേഷൻ 1 ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ it transmit 1 bit during the slot 1. slot 1ൽ അത് സെൻഡ് ചെയ്യും. No other station is allowed to transmit during this slot. വേറൊരു സ്റ്റേഷനും ആ ഒരു ടൈമിൽ സെൻഡ് ചെയ്യില്ല. In general, ith station may announce that it has a frame to send by inserting a 1 bit into the ith slot. In general ആയിട്ട് ഇപ്പോൾ in general കേസ് പറയുകയാണെങ്കിൽ ith സ്റ്റേഷൻ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ അനൗൺസ് ചെയ്യാണ് അതിന് ഇപ്പോൾ ഫ്രെയിം സെൻഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇൻസേർട്ടിങ് ആ ഒരു 1 ബിറ്റ് ഇൻറ്റു ith സ്ലോട്ട്, അതിൻ്റെ സ്ലോട്ടിൽ അതെന്ത് ചെയ്യും, ഡാറ്റ ഇൻസേർട്ട് ചെയ്യും. ആഫ്റ്റർ ഓൾ N slots have been checked, each station knows which station wish to transmit. എല്ലാ സ്റ്റേഷനും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനും അറിയാം വിച്ച് സ്റ്റേഷൻ, ഏത് സ്റ്റേഷനാണോ വിഷ് ടു ട്രാൻസ്മിറ്റ്. Then next, the station which have reserved their slots, their frames in that order. The station which have reserved their slots transfer their frames in that order. എങ്ങനെയാണോ റിസർവ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യും ആ ഒരു ഓർഡറിൽ തന്നെ. ആഫ്റ്റർ ഡാറ്റ ട്രാൻസ്മിഷൻ പീരീഡ് നെക്സ്റ്റ് റിസർവേഷൻ ഇൻ്റർവൽ ബിഗിൻസ്. ആ ട്രാൻസ്മിഷൻ പീരീഡ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് റിസർവേഷൻ ബിഗിൻ ചെയ്യും. സിൻസ് എവ്രി വൺ അത്രയും മതി. നെക്സ്റ്റ് ഇതിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോളോയിങ് ഫിഗർ ഷോസ് എ സിറ്റുവേഷൻ വിത്ത് 5 stations and 5 slot reservation frame. In the first interval, only station 1, 3 and 4 have made reservations. In the second interval, only station 1 has made a reservation. ഈ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ സ്റ്റേഷൻ 1, 3 and 4 ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. 1 ഡാറ്റ സ്റ്റേഷൻ 1ലേക്ക് പോയി, 3 എന്ന് പറയുന്നത് സ്റ്റേഷൻ 3 and 4 എന്ന് പറയുന്നത് സ്റ്റേഷൻ 4ലേക്ക് പോയി. ഈ നെക്സ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഡാറ്റ 1 മാത്രമേ സെൻഡ് ചെയ്യുന്നുള്ളൂ, സ്റ്റേഷൻ 1ലേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ് ടോക്കൺ പാസിംഗ്. In token passing scheme, the stations are connected logically to each other in form of ring and access of stations is governed by tokens. ടോക്കൺ പാസിങ്ങിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻസ് എല്ലാം ലോജിക്കലി കണക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യും, ഒരു റിംഗ് ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ആൻഡ് ആക്സസ് ഓഫ് സ്റ്റേഷൻ ഈസ് ഗവേൺഡ് ബൈ ടോക്കൺസ്.
ഒരു ടോക്കൺ വെച്ചിട്ടാണ് അവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. എ ടോക്കൺ ഈസ് എ സ്പെഷ്യൽ ബിറ്റ് പാറ്റേൺ ഓർ സ്മോൾ മെസ്സേജ് വിച്ച് സർക്കുലേറ്റ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി നെക്സ്റ്റ് ഇൻ ദി സം പ്രീ ഡിഫൈൻഡ് ഓർഡർ. ടോക്കൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബിറ്റാണ്, അല്ലെങ്കിൽ ഒരു സ്മോൾ മെസ്സേജ് ആയിരിക്കും വിച്ച് സർക്കുലേറ്റ് ഫ്രം ഒരു സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതൊരു പ്രീ ഡിഫൈൻഡ് ഓർഡറിൽ. ഇൻ ടോക്കൺ റിംഗ്, token is passed from one station to another adjacent station in the ring, whereas in case of token bus, each station uses the bus to send the token to the next station in some predefined order. ഈ ടോക്കൺ റിങ്ങിൽ ടോക്കൺ എന്താണ് ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലേ. വേറെസ് ഇൻ കേസ് ഓഫ് ടോക്കൺ ബസ്, ടോക്കൺ റിംഗ് അല്ല, ടോക്കൺ ബസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ each station uses the bus to send the token. ബസ്സാണ് ടോക്കൺ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻ ബോത്ത് കേസസ് ടോക്കൺ റെപ്രസെൻറ്റ് പെർമിഷൻ ടു സെൻഡ്. രണ്ട് കേസിലും, ടോക്കൺ റിങ്ങിലും ടോക്കൺ ബസ്സിലും ടോക്കണാണ് പെർമിഷൻ കൊടുക്കുന്നത് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് എ സ്റ്റേഷൻ ഹാസ് എ ഫ്രെയിം ക്യൂഡ് ഫോർ, അത്രയും മതി, അത് വേണ്ട, ബാക്കിയുള്ളത് വേണ്ട. അതിനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ 1, സ്റ്റേഷൻ 2, സ്റ്റേഷൻ 3, സ്റ്റേഷൻ 4, 4 സ്റ്റേഷൻസ് ഉണ്ട്. ഇതിലെന്താണ് ടോക്കൺ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആർക്കാണോ ഡാറ്റ സെൻഡ് ഏത് സ്റ്റേഷനാണോ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് അവരെന്ത് ചെയ്യും, ആ ടോക്കൺ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അവർ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ആ റിസീവർക്ക് എത്തിക്കഴിഞ്ഞാൽ, അക്നോളജ്മെൻറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ആ ടോക്കൺ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ അത് ക്യാപ്ചർ ചെയ്യും. ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് വെച്ചാൽ അവർ ക്യാപ്ചർ. ഇങ്ങനെയാണ് ഈ ഒരു ടോക്കൺ റിങ്ങിൻ്റെ പ്രൊസീജിയർ നടക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ വരെയുള്ള നോട്ട് എഴുതിയാൽ മതി, ബാക്കിയുള്ളത് എഴുതണ്ട. ഇത്രയാണ് അപ്പം ടോക്കൺ പാസിങ്ങിൽ പറയുന്നത്. നമ്മളപ്പം കൺട്രോൾഡ് ആക്സസ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ചാനലൈസേഷനാണ്. നെക്സ്റ്റ് ഈസ് ചാനലൈസേഷൻ. In this, the available bandwidth of the link is shared in time, frequency and code to multiple stations to access channel simultaneously. ഈ ചാനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും, ലിങ്കിൻ്റെ ബാൻഡ് വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ലിങ്ക് ഈസ് ഷെയർഡ് ടൈം, ഫ്രീക്വൻസി ആൻഡ് കോഡ്. ടൈമും ഫ്രീക്വൻസിയും കോഡായിട്ട് ഷെയർ ചെയ്യും. ആൻഡ് അപ്പോൾ ഈ ചാനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് ഓഫ് ലിങ്ക് എന്ത് ചെയ്യും, ഷെയർഡ് ഇൻ ടൈം, ഫ്രീക്വൻസി ആൻഡ് കോഡ്. ടൈമിനും ഫ്രീക്വൻസിക്കും കോഡിനും ഷെയർ ചെയ്യും. ടു മൾട്ടിപ്പിൾ സ്റ്റേഷൻ ടു ആക്സസ് ദി ചാനൽ, ആ ചാനൽ സൈമിൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ സ്റ്റേഷനിലാണ് അത് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ വരുന്ന 3 ടൈപ്പാണ്: ഫ്രീക്വൻസി ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്, ടൈം ഡിവിഷൻ ആൻഡ് കോഡ് ഡിവിഷൻ. ഫസ്റ്റ് ഫ്രീക്വൻസി ഡിവിഷൻ എന്താണെന്ന് നോക്കാം. The available bandwidth is divided into equal bands so that each station can be allocated its own band. അതിലുള്ള അലോക്കേറ്റഡ് അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും, ഈക്വൽ ബാൻഡ് വിഡ്ത്ത് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ സ്റ്റേഷനും അതിൻ്റേതായിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ടാവും. ഓരോ സ്റ്റേഷനും ഇറ്റ്സ് ഓൺ ബാൻഡ് ഉണ്ടാവും. ഗാർഡ് ബാൻഡ്സ് ആർ ഓൾസോ ആഡഡ് സോ ദാറ്റ് നോ 2 bands ഓവർലാപ്പ് ടു അവോയ്ഡ് ക്രോസ് ടോക്ക് ആൻഡ് നോയ്സ്. ഒരു ഗാർഡ് ബാൻഡ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ബാൻഡ് ഉണ്ട്. നിങ്ങളെന്താ, ഗാർഡ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ഫ്രീക്വൻസി ഡിവിഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബാൻഡാണ്, ബാൻഡ് വിഡ്ത്താണ്. അതും എന്താണ് ഇതിലുണ്ടാവും. ആൻഡ് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് ടൈം ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്. ഇൻ ദിസ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ്. ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റേഷൻസിലാണ് ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുന്നത്. ടു അവോയ്ഡ് കൊളീഷൻ, ടൈം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്ലോട്ട്സ് ആൻഡ് സ്റ്റേഷൻസ് ആർ അലോക്കേറ്റഡ് ദീസ് സ്ലോട്ട്സ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ. ഇവിടെ ടൈമാണ് ഡിവൈഡ് ചെയ്യുന്നത്, ടൈം ഡിവിഷനല്ല, അപ്പോൾ ടൈമാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇൻറ്റു സ്ലോട്ട്സ് ആക്കി മാറ്റും. ആൻഡ് ഓരോ സ്റ്റേഷനും അതിൻ്റെ ടൈം കൊടുക്കും, അലോക്കേറ്റഡ് സ്ലോട്ട് കൊടുക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹവർ ദർ ഈസ് എ ഓവർ ഹെഡ് ഓഫ് സിങ്ക്രണൈസേഷൻ ആസ് സ്റ്റേഷൻ, എവിടെ നമ്മൾ പറഞ്ഞത്, last sentence. However, there is this overhead of synchronization as each station needs to know its time slot. ഓരോ സ്റ്റേഷനും അതിൻ്റെ ടൈം സ്ലോട്ട് അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് റിസോൾവ്ഡ് ബൈ ആഡിങ് സിങ്ക്രണൈസേഷൻ ബിറ്റ്സ് ടു ഈച്ച് സ്ലോട്ട്. അവിടെ ഈ ഒരു കാര്യം റിസോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സിങ്ക്രണൈസേഷൻ ബിറ്റ് ഈച്ച് സ്ലോട്ടിൽ ആഡ് ചെയ്തിട്ടാണ്. അത്രയും മതി. നെക്സ്റ്റ് ഈസ് കോഡ് ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്.
വൺ ചാനൽ ക്യാരീസ് ഓൾ ട്രാൻസ്മിഷൻ സൈമിൾട്ടേനിയസ്ലി. ഒരു ചാനലാണ് ഇവിടെ എല്ലാ ട്രാൻസ്മിഷനും സൈമിൾട്ടേനിയസ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. ദർ ഈസ് നൈദർ ഡിവിഷൻ ഓഫ് ബാൻഡ്വിഡ്ത്ത് നോ ഡിവിഷൻ ഓഫ് ടൈം. ഇവിടെ ഡിവിഷൻ ഓഫ് ബാൻഡ്വിഡ്ത്തും ഇല്ല, ഡിവിഷൻ ഓഫ് ടൈമും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ആർ മെനി പീപ്പിൾ ഇൻ എ റൂം ഓൾ സ്പീക്കിംഗ് അറ്റ് ദി സെയിം ടൈം, ദെൻ ഓൾസോ പെർഫെക്റ്റ് റിസപ്ഷൻ ഓഫ് ഡാറ്റ ഈസ് പോസിബിൾ ഇഫ് ഓൺലി 2 persons സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്. ഇപ്പോൾ ഒരു റൂമിൽ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും, അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അത് അവർക്ക് എല്ലാവരും ഡിഫറെൻറ്റ് ലാംഗ്വേജാണ് സംസാരിക്കുന്നതെങ്കിൽ 2 person സെയിം ഡാറ്റ സംസാരിക്കുമ്പോൾ സെയിം ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം 2 ആൾക്കാർ മലയാളം സംസാരിക്കുന്നു, 2 ആൾക്കാർ ഫ്രഞ്ച് സംസാരിക്കുന്നു, അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് നമുക്ക് ഫ്രഞ്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് നമ്മളെ മലയാളം കേട്ടാൽ അവർക്ക് മനസ്സിലാവില്ല. ഇഫ് ഓൺലി 2 persons സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്, അപ്പോൾ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് റിസപ്ഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവുള്ളൂ. Similarly, data from different stations can be transmitted simultaneously in different code languages. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സിമിലർലി ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേഷനിൽ ഡാറ്റ സെൻഡ് ചെയ്യും. ബട്ട് അവിടെ ഒരു കോഡ് ഉണ്ടാവും, ആ കോഡ് വെച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ആ റിസീവർക്കും സെൻഡറിനും സെയിം കോഡുള്ളവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. അതാണ് ഇവിടെ പറയുന്നത്, ഡിഫറെൻറ്റ് കോഡ് ലാംഗ്വേജസിൽ സംസാരിക്കുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താ ഈ ഒരു മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസിൽ പറയാനുള്ളത്. റാൻഡം ആക്സസ് പറഞ്ഞു, കൺട്രോൾഡ് ആക്സസ് പറഞ്ഞു, ചാനലൈസേഷൻ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.